കളവിനെ തൊട്ട് സൂക്ഷിക്കണം. കളവിനെ തൊട്ട് നാം സൂക്ഷിക്കണം. ഇന്നിപ്പോ കളവ് പറയലൊരു വിഷയം അല്ല. സ്റ്റേജ് കെട്ടിയിട്ട് തലി കെട്ടിയിട്ടും കളവ് പറയാം. കളവ് പറയുമ്പോ ആളുകൾ കൂടുകയാണ്. നമുക്കാരോടും വിദ്വേഷമല്ല, വെറുപ്പല്ല, സാധാരണമാണ്. എന്റെ മോമിനീങ്ങളെ, നിങ്ങളൊന്ന് വിനയമായൊന്ന് ചിന്തിച്ചു നോക്കൂ. ദർസിൽ പോയി പഠിക്കാത്ത സാധാരണക്കാര്, നിയമങ്ങൾ പഠിക്കാൻ സമയം കിട്ടാത്ത സാധാരണക്കാര്, അവരുടെ ജോലിയും മാറ്റിയിട്ട് അവര് വിശ്രമിക്കേണ്ട സമയത്ത് ആലിമീങ്ങളാണ് ഓർന്നത്. അവരെ ഉപദേശം കേൾക്കാൻ പോകണമെന്ന ചിന്തയിൽ പോകുമ്പോഴാണ് ഞാൻ വന്നിട്ട് വേറെ ഏതോ ഒരു മനുഷ്യനെ ഹീബത്ത് പറയുന്നത്, ചെറു പറയുന്നത്. എന്തൊരു മുസീബത്താണ്. അല്ലാഹു നമ്മുടെ നാടുകൾ നന്നാക്കി തരട്ടെ. എന്റെ ചെറുപ്പക്കാരോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഈമാനോടെ മരിക്കണമെന്ന ചിന്തയുണ്ടോ? ഈമാനോടെ മരിക്കണമെന്ന ചിന്തയുണ്ടോ? എന്നാൽ നിങ്ങളിൽ ശ്രദ്ധിക്കണം. അത് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതാണ്. ഈ സാധുവായ എന്റെ വകയിൽ പറയുകയില്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, കളവ് പറയുന്ന ജനങ്ങള്, അതുപോലെ കുറ്റനാശയം പ്രസംഗിക്കുന്ന ജനങ്ങള്, ആ ജനങ്ങളുടെ പ്രസംഗം കേൾക്ക് കടുത്ത ഹറാമാണ്, കടുത്ത ഹറാമാണ്. ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഒന്ന് കേട്ടു നോക്കട്ടെ. എടോ, നമ്മുടെ കേട്ടിട്ട് നമുക്കൊന്ന് തിരിയാനാണ്. ഹറാമ് ഭക്ഷിക്കുന്നവരും അതുപോലെ കളവ് കേൾക്കുന്നവരും ഒരേ ഗ്രേഡിലാണ്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അതേ പലിശ തിന്നുന്നവർ ഹറാമ് ഭക്ഷിക്കുന്നു. ചില ആളുകൾ ചെറുപ്പക്കാരൊക്കെ വലിയൊരു സ്വാലിഹായ അമലായി കൊണ്ടുവരുന്നതാണ്. വാട്സപ്പിലേക്ക് ഏതെങ്കിലും മനുഷ്യന്മാര് ആലിമീങ്ങളെ സംബന്ധിച്ച് ദൈവത്ത് പറഞ്ഞത് അത് എന്റെ മൊബൈലിൽ നിന്ന് വേറെ ഒരാൾക്ക് സപ്ലൈ ചെയ്യുകയാണ്. എന്റെ ചെറുപ്പക്കാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതെന്റെ വകയിലല്ല, ഇതെന്റെ വകയിലല്ല. എന്റെ മുമ്പിൽ മൈക്ക് വെച്ച് തന്നപ്പോഴേക്ക് അല്ലാഹുവിന്റെ ദീനിലില്ലാത്തത് ഞാനെന്തായാലും പറഞ്ഞു പോയാൽ യജമാനനായ റബ്ബിന്റെ എന്നെ കൊണ്ടുവരുമെന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് ഇല്ലെങ്കിൽ വാക്കുകൊണ്ടെന്ത് ഉപകാരമാണ്. ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, നമുക്ക് മൊബൈൽ പ്രസ് ചെയ്യണമെങ്കിൽ അതേ ടച്ച് സ്ക്രീൻ അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വിരലിന്റെ തുമ്പ് ചലിക്കണ്ടേ, വിരലിന് സ്വാധീനം വേണ്ടേ, കൈവിരലിന് സ്വാധീനം വേണ്ടേ? കൈയില്ലാത്ത മനുഷ്യരില്ലേ, കൈവിരൽ നശിച്ചവരില്ലേ? എന്നാൽ അവിടെയാണ് റബ്ബ് തന്ന ഈ കൈവിരൽ കൊണ്ട് തോന്നിവാസത്തിന് വേണ്ടി നിന്റെ മൊബൈൽ അത് നീ പ്രസ് ചെയ്യുമ്പോ ഈ പ്രസ് ചെയ്യുന്നത് കടുത്ത തെറ്റാണോ? എന്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഓ ആയിഷ, ഒരു മനുഷ്യരെയും പരിഹസിക്കരുത് കേട്ടോ, ഒരു മനുഷ്യരെയും പരിഹസിക്കാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, അത് വാക്കുകൊണ്ട് മാത്രമല്ല, അത് വാക്കുകൊണ്ട് മാത്രമല്ല, അതേ സ്ഥാനത്ത് മറ്റൊരു മനുഷ്യൻ നല്ല തടിയുള്ള മനുഷ്യനാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയോട് പറയുകയാണ്, ആ മനുഷ്യനെ സംബന്ധിച്ച് അവൻ തന്നെ തടിയനാണ് എന്ന് പറയാതെ ഇങ്ങനെ ആദ്യം കാണിക്കുന്നത് തെറ്റാണ്. അത് ഞാൻ ചെയ്യുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി ഗീബത്ത് പറയൽ കടുത്ത തെറ്റാണ്, കളവ് പറയുന്നത് കടുത്ത തെറ്റാണ്. എടോ, ഞാനും നീയും ഈ മൊബൈൽ വർക്ക് ചെയ്തിട്ടുള്ളത് കരണ്ട് ഉപയോഗിച്ചിട്ടല്ലേ? ഈ കരണ്ടിന് പല നമ്മുടെ ശരീരം കൊണ്ട് അധ്വാനിച്ച പണമല്ലേ? ചിന്തിച്ചോ, മരിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതം മാറ്റിയെടുത്തോ. അതൊരു സ്വാഭാവികമായി വലിയൊരു പുണ്യമായ കാര്യമായി മുസ്ലിമീങ്ങൾ മുഴുവൻ ആചരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അതിൽ ഏറ്റവും കൂടുതൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് മുഴു സമയവും ഇത് തന്നെ. ഇതങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ചെയ്യുകയാണ്. അടുത്ത തെറ്റാണ്. നാല് ചോദ്യത്തിന് മറുപടി
മറുപടി പറയാറ് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂലെന്നില്ല, നരകത്തിൽ പോകാതിരിക്കാൻ കഴിയൂലെന്നില്ല. വെച്ച കാല് വെച്ച സ്ഥലത്ത് നിന്ന് അനക്കാൻ പടച്ചുറപ്പ് അനുവദിക്കുകയില്ല. അങ്ങനത്തെ ഒരു ദിവസം വരാണ്ട്, അങ്ങനത്തെ ഒരു ദിവസം വരാറുണ്ട്. വിശ്വാസമുണ്ടോ ആഹുറത്തില്? ചിന്തിക്കണം കേട്ടോ. എന്നാൽ ആ ദിവസം ചോദിക്കുന്ന 4 ചോദ്യത്തിൽ ഒരു ചോദ്യം, നീ ഉണ്ടാക്കിയ പണത്തെ കുറിച്ച് ചോദിക്കും. നീ എങ്ങനെയാ പണം ഉണ്ടാക്കിയത്? ആരെങ്കിലും പറ്റിച്ചു കളഞ്ഞിട്ടാണോ? 4000 അല്ലെങ്കിൽ 8000, 12,000 പോയി അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു അളവ് കുറഞ്ഞിട്ട് തൽക്കാലം ആ പോയിൽ നിന്ന് മാറ്റിയിട്ട് അതിൽ അളവിൽ കുറവ് വരുത്തിയിട്ട് അതേ ഈ 12,000 വില പറഞ്ഞ അതേ പോയിയുടെ അളവ് അവിടെ കൊണ്ടെത്തിക്കാതിരുന്നാൽ അളവിൽ കുറവ് വരിച്ചവർക്കാണ് വൈലെന്ന നരകമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കിട്ടിയ പണം കൊണ്ട് നിന്റെ മക്കളെ പോറ്റി വളർത്തിയായി പരിശുദ്ധമായ ഹദീസിന്റെ വാചകം നീ ശ്രദ്ധിക്കണം. നീ മകനെ നിനക്ക് ആലിമാകാൻ കിട്ടൂല, നിനക്ക് മുത്തഅല്ലിമാകാൻ കിട്ടൂല, നിങ്ങളുടെ ആലിമീങ്ങളെ സ്നേഹിക്കാൻ കിട്ടൂല. മറിച്ച് റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, മാ നബത മിനൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. ഹറാമിൽ നിന്ന് മുളച്ചത് അത് നരകത്തിലേക്ക് പറ്റിയ കേസാണ്. ഓർമ്മപ്പെടുത്തിട്ട് ലോടിയെടുത്തിട്ട് മക്കളെ പോറ്റുന്ന മുസ്ലിമീങ്ങളില്ലേ, എടോ നിന്റെ മകള് അന്യ മുസ്ലിമായ മനസ്സന്റെ കൂടെ അതേ ആ മുസ്ലിമീങ്ങളെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ പള്ളിയിലെ ഉസ്താദിനെ ദുആദിയാനും വെച്ചിട്ട് കാര്യമില്ല. അത് പലിശ തീറ്റിട്ട് അനാവശ്യമായ പണം മക്കൾക്ക് കൊടുക്കരുത്. ഈ പണം കൊടുത്താൽ അത് നരകത്തിലേക്ക് പോകുന്ന കേസാണെന്ന് 1000 വർഷത്തിനപ്പുറത്ത് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ പ്രഖ്യാപനം അത് വഞ്ചനം കുത്തി അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് നിന്റെ ജീവിതത്തിലെ താന്തോണി വർഷം നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ മകളെ പിന്നെ എങ്ങനെ വൃത്തികേടാകാതിരിക്കും? അതിനെ നരകത്തിലേക്ക് പോകാൻ പറ്റിയ കേസ്. ഞാൻ പറഞ്ഞു വന്നത് എത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതാണ് അവിടെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ സ്വത്ത് എവിടെ നിന്ന് നീ ശേഖരിച്ചോ എന്ന് ചോദിക്കും. മാത്രമല്ല നീ നിന്റെ പണം എന്തിൽ ചെലവഴിച്ചു? തന്റെ കയ്യിൽ കിട്ടിയ പണം നീ എന്താ ചെയ്തത്? അള്ളാന്റെ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ച കാലം അനക്കാൻ പറ്റില്ല, ഇവിടെ മനസ്സറിയില്ല. അപ്പൊ നമുക്ക് മറുപടി അറിയാം. പകല് മുഴുവൻ പഴകും സേവനവുമായി നമ്മൾ സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. പകല് മുഴുവൻ നിർസ് ആയിരക്കണക്കിന് യതീമുകളെ പോറ്റി വളർത്തും. ആ AP ഉസ്താദിനെ സംബന്ധിച്ച് ഏതോ ഒരു വിവരം പറഞ്ഞ മനുഷ്യൻ എന്തോ ഒരു ചിത്രം വാട്സപ്പിൽ വിട്ടം ഒരു അത് ഞാൻ എന്റെ സുഹൃത്തിന് കൈമാറി. കരുത്ത തെറ്റാണ്. ആ സുഹൃത്ത് നമ്മളെ ഗ്രൂപ്പാണെങ്കിലും തെറ്റാണ്, ഹറാമാണ്, സംശയമില്ല. ചെറുപ്പക്കാരെ മറുപടി പറയേണ്ടി വരും. എന്തേ മുസ്ലിമീങ്ങൾ ഇങ്ങനെയായി പോയി? ഹറാമിനൊരു വില കൽപ്പിക്കാത്ത കാലം, ഹറാമ് വ്യാപകമായ കാലം, ഹറാമ് ചെയ്യുന്നത് ഒരു പ്രശ്നമേ അല്ലാതെ ആയ കാലം. അതേ ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. ആനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അതേ 1ാമത് പറഞ്ഞത് കളവിനെ തൊട്ട് സൂക്ഷിക്കാനാണ്. എന്തിനാണ് കളവിനെ തൊട്ട് സൂക്ഷിക്കുന്നത്? മല്ലം യഹ്ഫദിൽ ലിസാന, ആരെങ്കിലും നാക്ക് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, അനിൽ കദിബി, കളവിനെ തൊട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ. 2ാമത് പറയുകയാണ് അനിൽ ഗീബത്തി, ഗീബത്തിനെ തൊട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ. എന്താ ഗീബത്ത് അറിയാം? ഗീബത്തിനെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്താ ഗീബത്ത്? നമ്മളെ സുഹൃത്ത് ഇഷ്ടപ്പെടാത്തത് പറയല, അത് അയാളിലുണ്ടെങ്കിലും പറയാൻ പറ്റൂല. നിങ്ങൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഒരു വഴിക്ക് യാത്ര ചെയ്യാം.
യാത്ര ചെയ്യുമ്പോ അവരുടെ കൂടെ അവർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഖാദിമുണ്ട്. ആ ഖാദിമും 3 പേരും അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് വല്ലാതെ ക്ഷീണം പിടിപെട്ടുപോയത്. വല്ലാതെ ക്ഷീണം പിടിപെട്ടുപോയത്. വിശ്രമിക്കാൻ തീരുമാനിച്ചു പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും വിശ്രമിക്കാൻ കടക്കുകയാണ്. ഈ മനുഷ്യനെ കൂടെ കൊണ്ടുപോകുന്നത് ഭക്ഷണം പാകം ചെയ്യാനാണ്. ഈ മനുഷ്യൻ പാകം ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും കടന്നിറങ്ങിപ്പോയി. അവര് വിശ്രമിക്കുകയാണ്. അതേ ക്ഷീണം പിടിപെട്ട അതേ ഈ ഖാദിമും അറിയാതെ ഉറങ്ങിപ്പോയി. പണിയെടുക്കേണ്ടതെടുത്തില്ല, ഭക്ഷണം പാകം ചെയ്തിട്ടില്ല. അല്പസമയം കഴിഞ്ഞ് സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ഉണരുകയാണ്. അപ്പോഴാണ് കഴിക്കാനുള്ള ഭക്ഷണം റെഡിയായിട്ടില്ല. ഭക്ഷണം റെഡിയാകാതിരുന്നപ്പോൾ അതാ സിദ്ദീഖ് പറഞ്ഞുപോയി, കുറ്റപ്പെടുത്തിയതല്ല, സിദ്ദീഖ് പറഞ്ഞുപോയി, അതേ നമ്മുടെ ഖാദിമ്, നമ്മുടെ പണ്ടാരി, നമ്മുടെ പാചകക്കാരൻ ഇറങ്ങിപ്പോയി, അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഭക്ഷണമില്ല. ഇത് കുറ്റപ്പെടുത്തിയതല്ല. ഈ ഒരൊറ്റ വാചകം എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഇഷ്ടപ്പെടുമോ? ഈ വാചകം പറഞ്ഞതിന് ശേഷം ചെറുപ്പക്കാര് ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ അറിയണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം അറിയണം. അറിയണം. ആരെങ്കിലും പറയുമ്പോഴേക്ക് അത് ശ്രദ്ധിച്ചില്ല. ഈമാനോട് മരിക്കാൻ മൃഗങ്ങളും ചിലരുകൾക്ക് ഇടയിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയപ്പെട്ട മേധാവല്ലേ മാത്രമാണ്. എന്റെ മുസ്ലിമീങ്ങളെ, സിദ്ദീഖുകളെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ട നമ്മള്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹത്വം എത്രയാണ്. അതാ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലോകത്തെ അമ്പിയാക്കൾ കഴിച്ചാൽ ബാക്കി എല്ലാ മനുഷ്യരും ആദം നബിയുടെ കാലത്ത് ജീവിച്ചവരും അങ്ങനെ ുണ്ട്. അതുപോലെ അബൂ ഹനീഫ ഇമാം തങ്ങളുണ്ട്, ശാഫിഈ തങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് സ്വഹാബത്തുണ്ട്, എല്ലാ വിശ്വാസികളും ഉണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കണമെന്ന് ചെറുപ്പക്കാരെ, ഈ മുഴുവൻ മനുഷ്യരുടെയും ഈമാന് ഒരു തട്ടിലും അതേ സ്ഥാനത്ത് അടുത്ത തട്ടിൽ സിദ്ദീഖുകളെ ഈമാനും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ് തൂക്കം നിൽക്കുന്നത്. 1,00,000 ജനങ്ങളെ കൊണ്ടല്ല തുലനം ചെയ്യുന്നത്. 1 കോടിയല്ല, 2 കോടിയല്ല, സാധാരണക്കാര് മാത്രമല്ല, സ്വഹാബത്ത് മുഴുവനുണ്ട്. ഈസാ നബിയുടെ ഹവാരികളുണ്ട്, മൂസാ നബിയെ സഹായിച്ചവരുണ്ട്, ശരീരം ഇഞ്ചിഞ്ചായി സമർപ്പിച്ച ഹംസ റളിയല്ലാഹു അൻഹുണ്ട്. സംരക്ഷണത്തിനു വേണ്ടി അത് ഫിർഔനിന് ആ പട്ടാളത്തിൽ
പാപത്തിന്റെ അക്രമങ്ങൾ ഏറ്റുവാങ്ങിയ ചുറ്റുകൊഴുത്തു ചുട്ടുപഴുക്കുന്ന മണലിലൂടെ വലിച്ചുകൊണ്ട് ഇഴച്ചുകൊണ്ട് സ്ഥാനത്തിലേക്ക് അതേ ചൂടുള്ള ഇരുമ്പ് തറച്ചു കയറ്റിയ ആസിയത്ത് ബീവിയുടെ ഈമാനുണ്ട്, അമ്മാറുമാരുടെ ഈമാനുണ്ട്, ലോകത്തുള്ള സകല വിശ്വാസികളുടെയും ഈമാനുണ്ട്. എന്നാൽ ഈമാനിനെ മുഴുവൻ കവർ ചെയ്ത് തൂക്കം നിൽക്കുന്നത് ശുദ്ധീകരണങ്ങളെ ഈമാനാണെന്ന് പറയുമ്പോൾ ആരാ വിശ്വാസികളെ ശുദ്ധീകരണങ്ങള്? അവിടത്തെ പറക്കത്തുകൊണ്ടുണ്ടാവും നമ്മളെ നന്നാക്കി തരട്ടെ. എന്റെ ശുദ്ധീകരണങ്ങൾക്ക് ഇത്ര ഈമാനുണ്ടാകാറുള്ള കാരണം അത് റസൂൽ താൻ അറിഞ്ഞതുകൊണ്ടാണ്, റസൂൽ താൻ സ്നേഹിച്ചതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് അത്രയും അവരുള്ള ശുദ്ധീകരണങ്ങളാണ്. എന്റെ മുസ്ലിമീങ്ങളെ ഒന്ന് കാതോർത്തു നോക്ക്. ആ ശുദ്ധീകരണങ്ങൾ പറയുകയാണ്, ഞാൻ എന്റെ ഒരു കാല് സ്വർഗത്തിൽ വെച്ച് രണ്ടാമത്തെ കാല് സ്വർഗത്തിന്റെ പുറത്താണെങ്കിലും ഞാൻ എനിക്ക് സമയമായിട്ടില്ല, ആഹ്ലാദിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്തു പോയതെങ്കിലും ഒരു കാര്യം കൊണ്ട് എന്റെ വെച്ച കാല് റിട്ടൻ കൊടുത്ത് എന്നെ നരകത്തിലേക്ക് തന്നെ കളഞ്ഞിട്ടേക്കുമോ ഭയപ്പെടുകയാണ് ശുദ്ധീകരണങ്ങൾ. ഈ ശുദ്ധീകരണങ്ങളെ സ്വച്ഛമായ മുസ്ലിമീങ്ങളെ ശുദ്ധീകരണങ്ങൾ ഒരു ചരക്കിലെടുത്തിട്ട് ശുദ്ധീകരണങ്ങളെ വായിൽ വെച്ചിരിക്കുകയാണ്. എന്തിനാ ശുദ്ധീകരണങ്ങൾ അങ്ങനെ വെച്ചത്? ഈ പാവപ്പെട്ട ശുദ്ധീകരണ നാട്ടിന് നിയന്ത്രണം വരുത്താനാണ്, അനാവശ്യമായി സംസാരിക്കാതിരിക്കാനാണ്. ശുദ്ധീകരണങ്ങൾ എന്റെ ചെറുപ്പക്കാരെ ഷാഹിമഹുദിന്റെ ഇടയിൽ ഏതെങ്കിലും കാലത്ത് മറ്റിരുന്ന് സ്വറ പറയാറുണ്ടോ? പീഡിയുടെ ചുണ്ടിൽ ആത്മീയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അവിടുത്തെ ജീവിതം മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. 2 വയസ്സിന് മാത്രമാണ് ശുദ്ധീകരണങ്ങളും. അല്ലാഹുവിന്റെ ഹബീബിനേക്കാൾ പ്രായം കുറഞ്ഞവരാണ്, 2 വയസ്സ് കുറഞ്ഞവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായത് 63 വയസ്സിലാണല്ലോ. അതുപോലെ ശുദ്ധീകരണങ്ങളും വഫാത്തായത് 63-ലാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം 2 വർഷവും ചില്ലറ മാസങ്ങളുമാണ് ശുദ്ധീകരണങ്ങൾ ഭരണം നടത്തിയത്. ആ ശുദ്ധീകരണങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ ശത്രുക്കൾ പറഞ്ഞു വന്നപ്പോ ലോകത്ത് ആ സമയത്ത് കൂട്ടിന് നിൽക്കാൻ മുമ്പ് ഒരേ ഒരു വ്യക്തി, അത് ശുദ്ധീകരണങ്ങളല്ലേ. അള്ളാന്റെ ഹബീബ് അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ കടന്നിറങ്ങുന്ന സമയത്ത് മക്കളിലെ ധിക്കാരികള് റസൂലുള്ളാഹിന്റെ വീട് 100 യോദ്ധാക്കളായ ആളുകൾ കൊണ്ട് പറഞ്ഞിട്ട്, എന്റെ ചെറുപ്പക്കാരെ തീവ്രവാദത്തിന് പോകാൻ പറ്റുമോ? തീവ്രവാദത്തിന്റെ പിന്നാലെ പോകാൻ പറ്റുമോ? ആലിമീങ്ങൾക്കൊന്നും ഒന്നും മനസ്സിലായിട്ടില്ല. നമ്മളിവിടെ തീവ്രവാദം വളർത്തണമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അള്ളാന്റെ ഹബീബ് ജനിച്ച നാടല്ലേ മക്ക. ആ മക്കയിൽ സ്വന്തം വീട്ടിൽ കടന്നിറങ്ങുമ്പോ ഖുറൈശികളിൽ 100 പേര് റസൂലുള്ളാഹിന്റെ വീട് വളർന്നിട്ട് ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരോഗ്യം എത്രയാണ്? സ്വർഗ്ഗത്തിലുള്ള 40 പേരുടെ ആരോഗ്യമാണ് റസൂലുള്ളാഹിന്റെ ആരോഗ്യം. സ്വർഗ്ഗത്തിലുള്ള ഒരു വ്യക്തിക്കോ ദുനിയാവിലുള്ള 100 പേരുടെ ആരോഗ്യം ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചില്ലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ ആരോഗ്യം പറയാറ് റസൂലുള്ളാഹിക്ക് വേണ്ടി എന്തും ചെയ്യാൻ പടച്ചറപ്പ് സന്നദ്ധരല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും ഒരൊറ്റ ജറവുകൊണ്ടും അതേ യുടെ രാജ്യം അടിമറിച്ചിട്ടില്ലേ? ആ ജിബ്രീലില്ലേ. പക്ഷേ റസൂലുള്ളാഹി പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ വീട്
വളഞ്ഞു വരുന്നതോട് ഒരൽപ്പം പിടിമണ്ണി കോപ്പിയെടുത്തിട്ട് സൂറത്ത് യാസീൻ ഓതിയിട്ട് അത് മുബീൻ വരെ എത്തുമ്പോ ഈ മണ്ണിലും ഓതി ചോദിക്കോ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആ സുന്നികൾ ഓടുന്നത് ഓത്തിന് പകർന്നിട്ട് എന്റെ വകയിലാണോ? ഇന്ന് രാത്രി നിങ്ങൾ കടന്നിറങ്ങാൻ റൂമിൽ ചെല്ലുമ്പോൾ പഠിപ്പിച്ചില്ലേ ഓതനവിടെ സൂറത്തുൽ ഫാത്തിഹ, ഓതനവിടെ സൂറത്തുൽ ഖുറാസ്, ഓതനവിടെ സൂറത്തുൽ ഫലഖ്, ഓതനം മുഅ്മിനീങ്ങളെ സൂറത്തുൽ യാസീൻ. ഇത് മൂന്നവിടെ ഓടിയിട്ട് നമ്മുടെ കയ്യിലേക്ക് എന്ന് പറഞ്ഞിട്ടോടണം. പോരാ വിശ്വാസികളെ, നീൻ പഠിക്കാത്ത വഹാബികളും ജമാഅത്തുകാരും തബ്ലീഗുകാരും വിവരം കുറഞ്ഞ ജനങ്ങളും എന്തെങ്കിലും പറയുമ്പോഴേക്കും റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ടാവുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതമാണ്. ഒന്നും പഠിക്കാത്ത നമ്മൾ പഠിപ്പിച്ചില്ലേ? അത് ഇങ്ങനെ ഓടിയിട്ട് ശരീരമാസകനും ഓടിയിട്ട് കയ്യിൽ ഓടിയിട്ട് ഈ കൈ എല്ലായിടത്തും തടവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ? ഇമാമിങ്ങൾ അവരെ കിതാബില് ഈ കൈ എത്തുന്ന സ്ഥലത്തെല്ലാം ഇതുകൊണ്ട് തടവണം. അപ്പൊ കണ്ടോ, നിങ്ങൾ ഊത്തുന്ന കയ്യിൽ വരെ തവറാണ്. ഞാൻ പറഞ്ഞു വന്നു, ഇനിയും നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന്റെ രോഗത്തിൽ കിടക്കുകയാണ്, വഫാത്തായ രോഗത്തിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വളരെ പ്രയാസപ്പെടുകയാണ്. ഹബീബിന് സ്വന്തം ശരീരത്തിലെ കൈ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. ഐശ്വരീവ് പറയുകയാണ്, ഞാനത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ ഊരിക്കൊടുക്കുകയാണ്. ആര്? ആയിഷ ബീവി മുഅ്മിനീങ്ങളെ. എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം അങ്ങനെ തടവിക്കൊടുക്കുകയാണ്. ഊച്ചിന് ഫലമില്ലെന്നോ? എവിടെയാണ് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചത്? ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. സൂറത്ത് യാസീൻ മുബീൻ വരെ അങ്ങോടിയിട്ട് അതിലേക്ക് അങ്ങോടുകയാണ്. എന്റെ മുസ്ലിമീങ്ങളെ, നമ്മുടെ നേതാവ് നേതാവാണ്. ആ നേതാവിന്റെ മതത്തിന്റെ അവകാശികളും എങ്ങനെയാണ് പിഞ്ചുമക്കളെ പൂമ്പെറിഞ്ഞു കൊല്ലുന്നത്, എങ്ങനെയാണ് നിരപരാധ കുത്തിവീഴ്ത്തുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യരെ കൊലപ്പെടുത്തുന്നത്. അത് ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ജൂതനാണെങ്കിലും ബുദ്ധമതക്കാരനാണെങ്കിലും ഹിന്ദുമതക്കാരനാണെങ്കിലും മനുഷ്യരില്ലോ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വളർന്നു കൊല്ലുന്നു. റസൂലിനെ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അവർക്കാർക്കും അപകടം വെച്ചത് ഈ മണ്ണിലേക്ക് ഓടിയിട്ട് ഈ മണ്ണരച്ചേറാണ്. എല്ലാ ശത്രുക്കളുടെ കണ്ണിലും അത് ഈ എത്തുകയാണ്. ഇതിൽ നിന്നല്ലോ മുസ്ലിമീങ്ങളെ ലോകത്ത് ജലബീരങ്കി കണ്ടുപിടിച്ചത്. അത് ജലബീരങ്കി നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് അപകടം വെച്ചൊന്നില്ല, എന്നാൽ അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് ശത്രുക്കൾ ഇങ്ങനെ കണ്ണുരുട്ടിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ ഇടയിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് എന്ന് ഇറങ്ങി പോവുകയാണ്. എന്തൊരു ധൈര്യമുള്ള ആൺകുട്ടി സാധിച്ചതോ നമ്മുടെ റൂട്ടിന്റെ പരിസരത്ത് 4-5 ചെറുപ്പക്കാര് നമ്മളെ കൊല്ലാൻ വേണ്ടി ഒന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങി നടക്കാൻ ധൈര്യം വരുമോ? ഏത് മണ്ണുകാരി എറിഞ്ഞാലും ധൈര്യം വരുമോ? അല്ലാഹുവിന്റെ ഹബീബ് വല്ലാത്ത ധൈര്യമുള്ളവരാണ്. ധൈര്യമല്ലാതെ അതേ സമയത്ത് ഭീകരവാദിയല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഈ റസൂലിന്റെ റൂട്ടിൽ നിന്ന് ഇറങ്ങി നടന്നത് അതാ സിദ്ദീഖുകളെ റൂട്ടിലേക്കാണ്. സിദ്ദീഖുകളാണ് ആ യാത്രയിൽ കൂട്ടുകാരനായത്. സിദ്ദീഖുകളെ മകൻ അസ്മാഉ ബിബിയാണ് ആ അക്ഷരമെത്തിക്കുന്നത്. സിദ്ദീഖ് എന്നൊരു നേതാവാണ്. ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലെങ്ങാനും നമ്മുടെ സ്വപ്നത്തിലെങ്കിലും
നമുക്കെങ്ങാനും അവസരം കിട്ടിയാൽ യഥാർത്ഥ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പൂജിതമായ ലോകം മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമല്ലേ റഹ്മാനായ റബ്ബേ, ഈ ഖിയാമത്തിനോടുകൂടെ ചണ്ടിച്ചവറുകളായ നമ്മള് ആ ഹബീബിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പ്രവർത്തനം തുടങ്ങിയതാണ്. 40 വയസ്സിന്റെ മുമ്പ് തന്നെ റസൂലുള്ളയാണ്. അതെന്റെ വകയിൽ പറയുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതേ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിക്കുന്നത് കാണാൻ കഴിയും. മത്താ കുൻത നബിയേ, ഓ ഹബീബായ നബിയേ, അങ്ങെപ്പോഴാണ് നബിയായത്? അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടിയാണ്, ആത്മാവിന്റെ മുമ്പ് തന്നെ ഞാൻ നബിയായിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നണ്ട, 40 വയസ്സിലാണല്ലോ നുബുവത്തിന്റെ പ്രഖ്യാപനമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ 40 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരനാണ്. അത്രയും വലിയ പഴക്കമുള്ള കൂട്ടുകാരനാണ്. അതുകൊണ്ടല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി എല്ലാരും എണീറ്റിട്ട് മാനപ്പെട്ട നമ്മുടെ സദസ്സിൽ വരാനുണ്ട്. നാം എല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട സയ്യിദ് അവറുകൾ, അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. എത്രയോ ആലിമീങ്ങൾ നമ്മുടെ ഈ അടുത്തായി നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി. തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഞങ്ങളുടെ ഉസ്താദ് കൂടിയായ ശൈഖുന ബാബ ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതുപോലെ ഈ സമയത്ത് ചാപ്പനങ്ങാടി വാപ്പൂരിൽ പാപ്പയുടെ ആണ്ടിന്റെ സമയമാണ്. അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. തങ്ങൾ പാപ്പ, അതുപോലെ സുൽഫിഖർ നഈം എന്ന് പറയുന്ന ഒരു പണ്ഡിതനും പണ്ഡിതനും പ്രവർത്തകരുമായിരുന്നു ഹറം ഷരീഫിൽ വെച്ച് മരണപ്പെട്ടുപോയി. അങ്ങനെ അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. സാധുക്കളായ നമുക്കും നല്ല നിലക്ക് ജീവിച്ചു Threat has been detected. കണ്ടോ നിങ്ങൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനാണ്.